മൈ ചാനൽ. ഇത് ഞാൻ ഇന്ന് എൻ്റെ മോനാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ കയറാൻ തീരെ വയ്യ. അപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും എൻ്റെ അച്ഛൻ്റെ തറവാട് ഇതിന് പുറകിലായിട്ടാണ്. അപ്പം പേരപ്പനെ അപ്പച്ചയൊക്കെ എനിക്ക് ഇതിലേക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. പിന്നെന്താ പറയുന്നത്, പിന്നെ പതുക്കെ മേളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് എൻ്റെ ബെഡ്റൂം. എൻ്റെ മുകളിലത്തെ എൻ്റെ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, നല്ല എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ബെഡ്റൂമിൽ 2 ടൈപ്പ് കർട്ടനാണ് ഞാൻ 2 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ കളർ, ദിസ് കളർ ഈസ് മൈ ഫേവറേറ്റ് കളറാണ്. ഇത് നല്ല വിലയായിട്ടുള്ള കർട്ടനാണ്. എനിക്ക് ഫീസിന് തന്നെ 2200 രൂപ, 2200 ആ ഒരു റേഞ്ചിലാണ്. ഇതിൻ്റെ ഒറ്റ പീസിന് ശരിക്കും നല്ല വിലയുള്ളതാണ്. ഇതിൻ്റെ ഗ്ലേസിനൊക്കെ ഇതുപോലെ തന്നെ നിൽക്കുമെന്നൊക്കെയാണ് അതിൻ്റെ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് എൻ്റെ ഡ്രസ്സിങ് ടേബിളാണ്. ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചാണ്. ഇവിടുത്തെല്ലാം ഇതിൻ്റെ വില ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ MRP എല്ലാം ചേട്ടനാണെങ്കിൽ എടുത്ത് കളയും. ഓരോന്നത്തേനും ഞാൻ അതിൻ്റെ MRP കളയാതെ വെച്ചേക്കുമായിരുന്നു. കാരണം ചേട്ടൻ നോക്കുന്നു, എൻ്റെ ഭാര്യ ഇത്രയും രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുക എന്ന് പറയാൻ വേണ്ടി ഞാനങ്ങനെ വെച്ചേക്കായിരുന്നു. ഇതിനകത്ത് കുറച്ച് വർക്കുകളൂടെ ചെയ്യണമായിരുന്നു. അന്ന് സത്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞതായി ഇതിൻ്റെ മേൽവശം കൂടെ കബോർഡ് ചെയ്ത് തരണം. പക്ഷേ അന്നേരം അവർ പറഞ്ഞു അവർക്ക് വേറെ എൻ്റെ ഹൗസ് വാമിങ് നടക്കുന്ന ആ സമയത്ത് തന്നെ വേറെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു ആ ഡേ തന്നെ. അപ്പോൾ അവർക്ക് അവിടുത്തെ വർക്കും ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പം എൻ്റെ താഴത്തെ കബോർഡ് തന്നെ ഭയങ്കരമായിട്ട് തന്നെ കിച്ചൺ നിറച്ച് കബോർഡാണ്. അപ്പോൾ ആ കബോർഡ് തന്നെ ചെയ്ത് തീർക്കാൻ തന്നെ അവർക്ക് ടൈം കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിറ്റ് ഔട്ടിന് താഴെ കബോർഡുണ്ട്, അപ്പോൾ അത് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി ചെയ്യേണ്ടി വന്നപ്പം അവർ പറഞ്ഞു ഇവിടെ ചെയ്യാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ മേൽവശം ഇങ്ങനെ കിടക്കുന്നത്. അതുകൂടെ ചെയ്തായിരുന്നെങ്കിൽ നല്ലൊരു ഗുമ്മായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലമാര കണ്ടോ, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കിടപ്പുണ്ട്. അതായത് 80,900 രൂപയാണ് ഇതിൻ്റെ വില. ശരിയല്ലേ? 80,900 രൂപയാണ് ഇതിൻ്റെ MRP. ശരിക്കും ഭയങ്കര ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഓരോന്നും ഓരോ ഡോറും ഭയങ്കര ഇതെല്ലാം കൂട്ടിയിട്ടേക്കും. ചേട്ടൻ മാത്രം ഉപയോഗിക്കുന്നത്, ചേട്ടൻ്റെ സാധനം മാത്രമേ വെക്കാവൂ, എൻ്റെ സാധനം ഒന്നും വെക്കരുതെന്ന് പറഞ്ഞത്. ഇതൊന്നും അത്ര ഇതായിട്ട് കിടക്കുന്നില്ല. അതിനകത്ത് ചേട്ടൻ്റെ സാധനങ്ങൾ മാത്രമാണുള്ളത്. എൻ്റെ സാധനങ്ങൾ നല്ല സൗകര്യം, നല്ല സ്പേസുള്ള ഈ താഴ്വശം എനിക്ക് തരാൻ പറഞ്ഞൊന്നും ചേട്ടൻ കേൾക്കുന്നില്ല. ചേട്ടൻ പറയുന്നത് മൊത്തം ചേട്ടൻ്റെ ഡ്രസ്സ് വെക്കാനാണ് ചേട്ടൻ പറയുന്നത്. അതുകൊണ്ട് എനിക്കിതിനകത്തിൽ നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനം എന്ത് ചെയ്യാനാണ്, അവിടെയും നമുക്ക് യാതൊരു അവകാശമില്ല. പിന്നെ അപ്പുറമൊക്കെ വായി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ജനവിക്രം നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ അത് ഞങ്ങളുടെ ദുഷ്മനാണ്. അപ്പം അവിടെ കാണാൻ സാധിക്കും. ഇപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. അത് ഇതിനകത്ത് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എൻ്റെ വീട്ടിലെ ഓരോ സാധനങ്ങളും വളരെ ഫർണിച്ചർ തന്നെ ഏകദേശം 4.5 ലക്ഷം രൂപയ്ക്കപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടേ ഉള്ളൂ. എല്ലാം നല്ല സാധനങ്ങളാണ്, എല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ അതായത് ഞാനൊരു പുതിയ കട്ടിൽ വാങ്ങിച്ചത് അത് മേളിൽ നമുക്ക് ഈ റൂമിലിടാനായിരുന്നു. പക്ഷേ ഈ റൂമിലിടാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വെയിറ്റാണ്. അത് മേളിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ ആ കോർണർ ഇടിക്കുന്നത് കൊണ്ട് മേളിലോട്ട് കയറി വരാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് താഴെ ഞങ്ങളുടെ കിടന്ന കട്ടിലാണ് മേളിൽ എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ കട്ടിലാണ് ഞങ്ങൾക്ക്
രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, ചേട്ടന് നല്ല, എന്നെക്കാളും ഹൈറ്റാണ് ചേട്ടൻ. അപ്പം മറ്റേ കട്ടിൽ കിടക്കുമ്പോൾ ചേട്ടൻ്റെ കാല് കുറച്ച് പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിന് ആ കട്ടിലിന് തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപയായി. ആ കട്ടിലിന് മാത്രമായിട്ട് അതുപോലത്തെ കട്ടിലാണത്. പിന്നെ അതിൻ്റെ മെത്തയ്ക്ക് തന്നെ 62 ചില്ലറയായി അതിൻ്റെ മെത്തയ്ക്ക്, താഴത്തെ മെത്തയ്ക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെ നല്ലൊരു റൂം താഴെയുണ്ട്, വളരെ വലിയ ഒരു റൂമുണ്ട്. ആ റൂമും താഴത്തെ കാര്യങ്ങൾ ഞാൻ വേറെ ഒരു ദിവസം വീഡിയോ എടുക്കാം. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂമാണ് എൻ്റെ കാശിക്കുട്ടൻ്റെ റൂം. ആ റൂം എങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കള്ളൻ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വൃത്തിയാക്കി ഇട്ടെന്ന് തോന്നുന്നു. മേലോട്ട് ചാടി കയറുന്നുണ്ട്, നോക്കാം. സൂപ്പറാക്കിയിട്ടിരുന്നു. ഇത് ഇപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ പേടിച്ച് ഇത് വൃത്തിയാക്കിയിട്ടേക്കുക. മനസ്സിലായി? കാശിക്കുട്ടനെ പറയുകയാണെങ്കിൽ കാശിക്കുട്ടൻ എൻ്റെ മനസ്സ് ശരിക്കറിയാവുന്ന, എന്നെ ശരിക്കും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ മോനാണ്. എൻ്റെ മുഖം കണ്ടാൽ, എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ, ഞാൻ വൈകിട്ട് വരുമ്പം എന്താ അമ്മ ഇന്ന് ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ എന്താ ഇന്ന് അമ്മയ്ക്ക് എന്താ വിഷമം, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയസ്റ്റ് മൂഡിലാണെങ്കിൽ എന്നോട് ഇന്ന് അമ്മ ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ കാര്യം. പിന്നെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെറിയ വിഷമം ഉണ്ടെങ്കിൽ അവൻ എനിക്ക് ശരിക്കും എൻ്റെ അടുത്ത് വന്ന് കിടന്ന് എൻ്റെ വിഷമം മാറ്റി തരും. അപ്പം എൻ്റെ മോനാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, എൻ്റെ മോനാണ്. അപ്പം എൻ്റെ കാശിക്കുട്ടനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ കാശിക്കുട്ടൻ്റെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വളരെ സൂപ്പറായിട്ടുള്ള ബെഡ്റൂമാക്കി ഇന്നിട്ടേക്കുന്നു. നാളെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ കാശി, ഞാൻ ഇതൊന്ന് തുറക്കട്ടെ കാശി. എൻ്റെ കാശിക്കുട്ടൻ്റെ ഞൊണക്കുഴി ഉണ്ടോ? കാശിക്കുട്ടൻ്റെ ഞൊണക്കുഴി തള്ളി വരുന്നു. ഞാനും എൻ്റെ കാശിക്കുട്ടനും ഒരുപോലല്ലേ ഇരിക്കുന്നത്, എൻ്റെ കാശിക്കുട്ടനെ ഞാനും അല്ലേ. പിന്നെ അവൻ്റെ അച്ഛൻ്റെ കളറാണ് അല്ലേ, ശരിയല്ലേ? എൻ്റെ കൂട്ടല്ലേ എൻ്റെ കാശിക്കുട്ടൻ. എൻ്റെ അത്രയായി. എൻ്റെ മോൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ എന്ത് പറയാനുള്ളത്, ഒന്ന് പറയാനുണ്ടോ? പിന്നെ ഞങ്ങൾ എന്താണ് ഇത് ഇവിടെ നിന്നാണ് അപ്പുറവും ഒക്കെ വാങ്ങി നോക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ വീടുകളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വീടുകളും അത്യാവശ്യം സ്ഥലങ്ങളുള്ളതാണ്. എന്നുവെച്ചാൽ അപ്പുറമൊക്കെ എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സാണ് താമസിക്കുന്നത്. അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ പെങ്ങൾ, അപ്പുറത്ത് തറവാട്ടി പെങ്ങളാണ് താമസിക്കുന്നത്. അമ്മൂലേക്ക് വേറൊരു പെങ്ങളുടെ മോള്, അങ്ങനെ ഞങ്ങളുടെ കോമ്പൗണ്ട് തന്നെ അങ്ങേ മൂലയ്ക്ക് ഒരു ചുറ്റപ്പന്, അങ്ങനെ എല്ലാവരും ഞങ്ങൾ ബന്ധുക്കളാൽ ചുറ്റപ്പെട്ട ഒരു സത്യം പറഞ്ഞാൽ ദ്വീപെന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടും അതിൻ്റെ ചുറ്റുപാടും സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കേ ഉള്ളൂ പിന്നെ കുറച്ച് സ്ഥലമായിട്ട്. എല്ലാവർക്കും 1 ഏക്കറോ 1.5 ഏക്കറൊക്കെ സ്ഥലം വീതം എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏരിയ കുറവാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-35 സെൻറ്റ് സ്ഥലം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീടും അതിന് ചുറ്റുപാടുമായിട്ട്. പക്ഷെ എൻ്റെ അച്ഛൻ്റെയൊക്കെ തറവാട് ഏകദേശം 1 ഏക്കറും 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. അങ്ങനെയാണ് എല്ലാവരുടെയും ചുറ്റപ്പന്മാരുടെയൊക്കെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമുക്കപ്പം ഇവിടം കുറവാണ്. പകരം എനിക്കവിടെ അച്ഛന് കിട്ടിയേക്കുന്ന നമ്മുടെ മുതലാവയലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ പണ്ട് മുതലുണ്ടായിരുന്നു, മുതൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ വയലിന് മുതലാവയലെന്നാണ് പറയുന്നത്. അവിടെ നമുക്കൊരു 10-75 സെൻറ്റ് സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് ഇവിടെ കുറവാണെങ്കിലും അവിടെ അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം എൻ്റെ സ്വന്തം പൈസയ്ക്ക്, വേറെ ആരുടെയും 1 രൂപ പോലും ഇല്ല, എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. നമ്മുടെ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. അത് നല്ല സൂപ്പർ സ്ഥലമാണ്. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ
പിന്നെന്തോ പറയുന്നേ, പിന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിക്കണം. പിന്നെന്താ പറയുന്നത്, പിന്നെ എൻ്റെ താഴത്തെ റൂമും കിച്ചൺ ഒക്കെ, താഴെ റൂംസ് ഉണ്ട്. താഴെ മൊത്തം 4 ബെഡ്റൂം താഴെയുണ്ട്, മേളിൽ 2 ബെഡ്റൂം, അങ്ങനെ 6 ബെഡ്റൂം ഉണ്ട്. താഴത്തെ റൂമും ബാക്കിയുള്ള കാര്യങ്ങൾ വേറൊരു ദിവസം കാണിക്കാം. കാരണം താഴെ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്. അവിടെ ടെക്സ്റ്റുകൾ അവിടെ എവിടെയൊക്കെ കിടക്കുന്നു. പിന്നെ എനിക്ക് സമയം ആപ്പാടെ സൺഡേ ആണ് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ വൃത്തിയാക്കാനൊക്കെ ഒരു ലേഡി വരുമായിരുന്നു, ഇപ്പോൾ അവർ ഇല്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും തപ്പണം. ലേഡി ഉള്ളപ്പോൾ എല്ലാം നീറ്റായിരുന്നു. അപ്പോൾ നമുക്കിപ്പം വീടും നോക്കി ഞാൻ രാവിലെ പോകുമ്പം എനിക്ക് എല്ലാം കൂടെ വലിയ പാടാണ്. കിച്ചൺ ജോലിയൊന്നും ഞാനല്ല ചെയ്യുന്നത്, എല്ലാം മാതാജിയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തിലൊന്നും വലിയ ഇതില്ല. പാചകം ഒന്നും എനിക്കറിയില്ല. പാചകം എനിക്കറിയാം, പാചകം എനിക്കറിയത്തില്ല. അപ്പം എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ, എൻ്റെ ചെറിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.